ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ദിവസം 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷ് പരീക്ഷയാണല്ലേ. അപ്പോൾ ടീച്ചർ ഇതാ നിങ്ങൾക്കുള്ള പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ പരീക്ഷയിലോട്ട് പോകാം അല്ലേ. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് ഇംഗ്ലീഷിലെ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. Activity 1, Reading Comprehension. Read the following passage and answer the questions. There was a tall and strong teak tree in a forest. A small plant grew next to the tree. അപ്പോൾ നോക്കിക്കേ മക്കളെ, എന്താണ് ആ ഒരു പിക്ചർ നോക്കൂ. അവിടെ എന്തുണ്ട് മക്കളെ? ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീക്ക് ട്രീ ഉണ്ട് അല്ലേ. അതിൻ്റെ അടുത്തായിട്ട് എന്ത് കൂടിയുണ്ട്? ഒരു ചെറിയൊരു പ്ലാന്റ് കൂടിയുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ നമുക്ക് അവിടെ താഴെ തന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് നോക്കിക്കേ. ലുക്ക്, ഐ ആം വെരി സ്ട്രോങ്, നോ വൺ ക്യാൻ ഡിഫീറ്റ് മീ. നമ്മുടെ ടീക്ക് ട്രീ എന്ത് പറഞ്ഞു? എന്നെ നോക്കിക്കേ, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, ആർക്കും എന്നെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമ്മുടെ സ്മോൾ പ്ലാന്റ് എന്ത് പറഞ്ഞു? ഡിയർ ഫ്രണ്ട്, ടു മച്ച് പ്രൈഡ് ഈസ് ഹാംഫുൾ, ഈവൻ ദി സ്ട്രോങ് വൺ വിൽ ഫാൾ വൺ ഡേ. നമ്മുടെ പ്ലാന്റ് എന്ത് പറഞ്ഞു മക്കളെ? ഈവൻ ദി സ്ട്രോങ് വൺ വിൽ ഫാൾ വൺ ഡേ. ഇത്ര വലിയ ശക്തനാണെങ്കിൽ ഒരു ദിവസം അവൻ വീഴുമെന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ മക്കളെ, ബാക്കി ഭാഗം നോക്കൂ. One day there was a storm in a forest. The small plant bowed low. The teak tree did not want to bow. The storm became stronger and the teak tree became weaker. At last the teak tree fell down. This was the end of the strong teak tree. When the storm stopped, the small plant stood straight. ഓക്കെ മക്കളെ, അവസാനം എന്താണ് നമ്മുടെ തേക്ക് മരത്തിന് സംഭവിച്ചത്? അത് മറിഞ്ഞ് വീണു അല്ലേ. പക്ഷെ നമ്മുടെ സ്മോൾ പ്ലാന്റ് ആണെങ്കിലോ ഇപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അവിടെ നിൽപ്പുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, ഇനി ഒരു സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഐ ആം വെരി സ്ട്രോങ്, ഹൂ സെഡ് ദീസ്. ഞാൻ വളരെ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞത് ആരായിരുന്നു മക്കളെ? നമ്മുടെ ടീക്ക് ട്രീ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വേർ ഡിഡ് ദി സ്മോൾ പ്ലാന്റ് ഗ്രോ? എവിടെയാണ് നമ്മുടെ സ്മോൾ പ്ലാന്റ് വളർന്നിട്ടുണ്ടായിരുന്നത്? എവിടെയാണ്? പ്ലാന്റ് ഗ്രൂ നെക്സ്റ്റ് ടു ദി ട്രീ ആണ് അല്ലേ. ആ മരത്തിൻ്റെ അടുത്തായിട്ടായിരുന്നു നമ്മുടെ സ്മോൾ പ്ലാന്റും വളർന്നിട്ടുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഡിഡ് ദി സ്മോൾ പ്ലാന്റ് ഡു അറ്റ് ദി ടൈം ഓഫ് സ്റ്റോം? നമ്മുടെ സ്മോൾ പ്ലാന്റ് എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ദി സ്മോൾ പ്ലാന്റ് ബൗഡ് ലോ അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ നമുക്ക് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു സ്റ്റോറിയിലുണ്ട് അല്ലേ. മക്കൾ ജസ്റ്റ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത ആൻസർ കണ്ടെത്തിയാൽ മാത്രം മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. റൈറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദി സ്റ്റോറി. ആ ഒരു സ്റ്റോറിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഒരു നെയിം കൊടുക്കാനാണ്, ഒരു ടൈറ്റിൽ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്താണ്? ദി ടീക്ക് ട്രീ ആൻഡ് സ്മോൾ പ്ലാന്റ്. മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി സെക്കൻഡ് ആക്ടിവിറ്റി നോക്കൂ. തോട്ട്സ്. Rio went to the fairground with his parents. They saw the balloon man, the toy shop and the giant wheel. Rio was attracted by giant wheel. He stood there, but his parents moved on. After a while, Rio's mother turned back. She was shocked. Rio, my son, where are you? She cried aloud. എന്താണ് മക്കളെ ക്വസ്റ്റ്യൻ? നമ്മുടെ റിയോ എവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു? ഫെയർ ഗ്രൗണ്ടിൽ പോയില്ലേ. അവൻ്റെ പാരൻസിനൊപ്പമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവിടെ ഒരുപാട് കാഴ്ചകൾ കണ്ടു അല്ലേ. ബലൂൺ മാനും അതുപോലെ തന്നെ ടോയ് ഷോപ്പോ പിന്നെ എന്ത് കണ്ടു? ജാൻ വീലും കണ്ടു അല്ലേ. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ റിയോ എന്തായി? അതിലേക്ക് കുറച്ച് അട്രാക്റ്റഡ് ആയില്ലേ. അപ്പോൾ അവൻ്റെ പാരൻസ് എന്ത് ചെയ്തു? അതെല്ലാം കണ്ടങ്ങ് നടന്നുപോയി. പക്ഷേ ഇവൻ എന്ത് ചെയ്തു? അതും നോക്കി അവിടെ നിന്നു അല്ലേ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ റിയോൻ്റെ മദർ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്ത് കണ്ടത്? റിയോനെ കാണാനില്ല എന്നുള്ള കാര്യം മനസ്സിലായതല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു? എൻ്റെ കുഞ്ഞ് എവിടെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ കരയാനായിട്ട് തുടങ്ങിയില്ലേ. അപ്പോൾ മകളടുത്ത് പറഞ്ഞത് ഇതാണ്, റൈറ്റ് ദി തോട്ട്സ് ഓഫ് ദി മദർ. ആ മദറിൻ്റെ തോട്ട് എഴുതാനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് എങ്ങനെ എഴുതാം? ഹോ മൈ ഡിയർ സൺ റിയോ, വേർ ആർ യു നൗ? ഐ വാണ്ട് ടു സീ യു. ഐ കാൺട്ട് സ്റ്റേ വിത്തൗട്ട് സീ യു. ഇഫ് ഹി ഗോ ടു നിയർ ദി ജാൻ വീൽ, ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. വിൽ എനി വൺ ഹെൽപ്പ് മീ ടു ഫൈൻഡ് ഹിം? അപ്പോൾ ഇതേ രീതിയിലൊക്കെ മക്കൾക്ക് അവരുടെ തോട്ട് എഴുതാവുന്നതാണ്. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആക്ടിവിറ്റി 3, കോൺവെർസേഷൻ. റിയോസ് മദർ വാസ് വെറീഡ്. ഹൂ വിൽ ഹെൽപ്പ് മീ ഗെറ്റ് മൈ സൺ ബാക്ക്? ക്യാൻ ദി പോലീസ് ഹെൽപ്പ് മീ? ഷീ റഷ്ഡ് ടു എ പോലീസ്മാൻ അറ്റ് ദി fairground.
വാട്ട് വുഡ് ബി ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ റിയോസ് മദർ ആൻഡ് ദി പോലീസ്മാൻ? അതായത് നമ്മുടെ റിയോയുടെ മദർ എവിടേക്ക് പോയി? പോലീസ്മാൻ്റെ അടുത്തേക്ക് പോയി അല്ലേ. എന്നിട്ട് നമ്മുടെ പോലീസ്മാനും അതുപോലെ തന്നെ റിയോയുടെ മദറും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, ഒരു ഡയലോഗ് നമുക്ക് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്? റിയോസ് മദർ എന്ത് പറഞ്ഞു? സർ, ഐ ലോസ്റ്റ് മൈ സൺ. എനിക്ക് എൻ്റെ മകനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അല്ലേ. അതിനുശേഷം എന്തൊക്കെയായിരിക്കും മക്കളെ അവർ സംസാരിച്ചിട്ടുണ്ടായിരിക്കുക? നോക്കിക്കേ. പോലീസ്മാൻ: ഫ്രം വേർ? റിയോസ് മദർ: നിയർ ദി പാർക്ക്. ഐ വാണ്ട് ടു സീ ഹിം. Policeman: what was his dress when he is missing? Rio's mother: a blue shirt, yellow shorts and a white cap. Policeman: don't worry, within a few minutes we will find him. Rio's mother: okay sir, thank you so much. അപ്പോൾ ഇതേ രീതിയിലൊക്കെ ആയിരിക്കാം നമ്മുടെ മദറും അതുപോലെ തന്നെ പോലീസ് മാനും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കുക അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകാം. ആക്ടിവിറ്റി 4 റിഡിൽ. ലുക്ക് അറ്റ് ദി റിഡിൽസ്. 1 ഈസ് ഡൺ ഫോർ യു. റൈറ്റ് യുവർ ആൻസർ ഇൻ ദി ബോക്സസ്. ഇനി നമുക്ക് റിഡിലാണ് ഉള്ളത്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് നമുക്ക് അവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ടോ അല്ലേ. നോക്കിക്കേ മക്കളെ. ആദ്യത്തേത്: ഐ ആം സ്വീറ്റ്. ഐ ആം ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. ഐ ആം റൗണ്ട് ഇൻ ഷേപ്പ്. ആൻസർ എന്താണ് മക്കളെ? ലഡ്ഡു എന്നുള്ളത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് വൺ നോക്കിക്കേ. ഐ ആം എ ഫ്രൂട്ട്. ഐ ആം സ്വീറ്റ്. ഐ ആം റെഡ് ഇൻ കളർ. ഞാനൊരു ഫ്രൂട്ടാണ്, ഞാൻ ഭയങ്കര സ്വീറ്റാണ്, അതുപോലെ തന്നെ എൻ്റെ കളർ എന്താണ് മക്കളെ? റെഡ് കളറാണ് അല്ലേ. എന്താണ് മക്കളെ ആൻസർ വരുന്നത്? ആപ്പിളാണ് അല്ലേ. നെക്സ്റ്റ് വൺ നോക്കിക്കേ. ഐ ആം ആൻ ആനിമൽ. ഐ ക്യാൻ റോർ. ഐ ആം ദി കിങ് ഓഫ് ദി ഫോറസ്റ്റ്. എന്താണ് മക്കളെ ആൻസർ വരുന്നത്? ലയൺ ആണ് ആൻസർ വരുന്നത് അല്ലേ. ഐ ആം ദി കിങ് ഓഫ് ദി ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും അല്ലേ. നെക്സ്റ്റ് വൺ നോക്കിക്കേ. ഐ ആം എ ബേർഡ്. ഐ ആം ഗ്രീൻ ഇൻ കളർ. ഐ ക്യാൻ മിറ്റേറ്റ് ഹ്യൂമൻ ലാംഗ്വേജ്. ആരാണ് മക്കളെ? നമ്മളെ മനുഷ്യരെ പോലെ സംസാരിക്കുന്ന ഒരു ബേർഡ്. ആരാണ്? പാരറ്റ് ആണ് ആൻസർ വരുന്നത് അല്ലേ. അടുത്ത് നോക്കിക്കേ മക്കളെ. ഐ ആം എ വെഹിക്കിൾ ബട്ട് ഐ ഹാവ് നോ വീൽസ്. ഐ ട്രാവൽ ഓൺ വാട്ടർ. ഞാനൊരു വെഹിക്കിളാണ്, എനിക്ക് എന്തില്ല? പക്ഷേ വീൽസ് ഇല്ല അല്ലേ. ടയറുകളൊന്നുമില്ല അല്ലേ, ചക്രങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ ഇവിടെ ട്രാവൽ ചെയ്യും. ഐ ട്രാവൽ ഓൺ വാട്ടർ. വാട്ടറിലാണ് ട്രാവൽ ചെയ്യുക. എന്താണ് മക്കളെ ആൻസർ വരുന്നത്? ബോട്ടാണ് അല്ലേ. നെക്സ്റ്റ് വൺ നോക്കിക്കേ. ഐ ഹാവ് 4 legs ബട്ട് ഐ കനോട്ട് വാക്ക്. യു ക്യാൻ സിറ്റ് ഓൺ മീ. എനിക്ക് കാലുകളുണ്ട്, പക്ഷേ 4 കാലുകളുണ്ട്, പക്ഷേ നടക്കാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്നിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. ആരാണ് മക്കളെ? ചെയറാണ് ആൻസർ വരുന്നത് അല്ലേ. ഓക്കെ കൂട്ടുകാരെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആക്ടിവിറ്റി 5 പോസ്റ്റർ. ലുക്ക് അറ്റ് ദി പിക്ചർ ബിലോ. പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് സേവിങ് വാട്ടർ. ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. എന്തിനെക്കുറിച്ചിട്ടാണ് മക്കളെ? സേവിങ് വാട്ടറിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? അതിൽ യോജിച്ച രീതിയിലുള്ള പിക്ചേഴ്സൊക്കെ വരച്ച് ചേർക്കുക കേട്ടോ. ഓക്കെ മക്കളെ, എന്നിട്ട് നോക്കിക്കുക. നമുക്ക് എന്തൊക്കെ എഴുതാം? സേവ് വാട്ടർ, സേവ് ലൈഫ് ആൻഡ് സേവ് ദി വേൾഡ്. സേവ് വാട്ടർ, ടുമോറോ ഇറ്റ് മേ സേവ് യു. എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഈസ് വർത്ത് മോർ ദാൻ എ സാക്ക് ഓഫ് ഗോൾഡ് ടു എ തേഴ്സ്റ്റി മാൻ. അപ്പോൾ ഇതേ രീതിയിലൊക്കെ മക്കൾക്ക് പോസ്റ്ററുകൾ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് കുറച്ച് കൂട്ടുകാരൂടെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ ആ മക്കളോട് എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. ആക്ടിവിറ്റി 6 ഡിസ്ക്രിപ്ഷൻ. ലുക്ക് അറ്റ് ദി പിക്ചർ ഗിവൺ ബിലോ. ഡിസ്ക്രൈബ് ദി പിക്ചർ. അടുത്ത ആക്ടിവിറ്റി മക്കൾക്ക് പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ് അല്ലേ. അപ്പം നമുക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ ഒരു പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്ത് മക്കളടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിക്കേ. ദിസ് ഈസ് എ പിക്ചർ ഓഫ് beautiful park. There is a big tree in the middle of the park and a tree hut on the tree. There are 2 children sitting on the seesaw. There is a photographer and a painter. One boy is playing football under the tree. There are many plants, benches in the park. Also, there are beautiful butterflies and pretty flowers in the park. There are so many rides in the park. There is a ice cream stand in the park. The children are enjoying in the park. Some birds are flying in the sky. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് ആ ഒരു പിക്ചറിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ എഴുതാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? ഇനി നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വേഗം തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.